കർണാടകയിലെ ബെലഗാവിയിൽ നഴ്സ് ചാമഞ്ഞ് ആശുപത്രിയിൽ തട്ടിപ്പ് നടത്തിയ യുവതി പിടിയിലായ സംഭവം ആരോഗ്യ മേഖലയിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. കാർവാർ സ്വദേശിനി സന ഷെയ്ഖാണ് ബീംസ് ആശുപത്രി അധികൃതരുടെ പരാതിയിൽ പോലീസിന്റെ പിടിയിലായത്. ഒരു നഴ്സ് വിദ്യാർത്ഥിനിയാണെന്ന വ്യാജേന മാസങ്ങളോളം ആശുപത്രിയിൽ പ്രവർത്തിച്ച ഈ യുവതി രോഗികളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ ഇഞ്ചക്ഷൻ നൽകുകയും മറ്റ് ചികിത്സാ പരിചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഒരു വ്യാജ നഴ്സിന് ഒരു പ്രമുഖ ആശുപത്രിയിൽ മാസങ്ങളോളം തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ആശുപത്രികളുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മകളെയാണ് സൂചിപ്പിക്കുന്നത്. 2-3 മാസത്തോളമാണ് സന ഷെയ്ഖ് നഴ്സിംഗ് വിദ്യാർത്ഥിനി എന്ന വ്യാജേന ബീംസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. വിവിധ വകുപ്പുകളിൽ ഈ യുവതിക്ക് പ്രവേശനം ലഭിച്ചിരുന്നു. സർജറി വാർഡിൽ ഉൾപ്പെടെ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നു. രോഗികളെയും നവജാത ശിശുക്കളെയും പരിചരിക്കാൻ പോലും അവർക്ക് അവസരം ലഭിച്ചു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് ലഭിക്കാവുന്നതിലും കൂടുതൽ അവർക്ക് ലഭിച്ചെന്ന് വേണം കരുതാൻ. ബീംസ് ആശുപത്രി അധികൃതർക്ക് ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് വലിയ വീഴ്ചയാണ്. സുരക്ഷാ ജീവനക്കാർക്ക് തോന്നിയ സംശയമാണ് യുവതിയെ കൂടുതൽ കാരണമാക്കിയത്. യുവതിയെ കുടുക്കാൻ കാരണമാക്കിയത്. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് താൻ നഴ്സിംഗ് പഠിച്ചിട്ടില്ലെന്ന് യുവതി വെളിപ്പെടുത്തിയത്. ബെലഗാവിലെ കുമാരസ്വാമി ലേഔട്ടിലാണ് സന ഷെയ്ഖ് താമസിച്ചിരുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ബീംസ് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മറ്റൊരു ആശുപത്രിയിൽ താൻ സമാനമായ തട്ടിപ്പ് നടത്തിയിരുന്നുവെന്ന് യുവതി സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ യുവതി കൂടുതൽ ആശുപത്രികൾ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തും. എന്തിനാണ് യുവതി വ്യാജ നഴ്സായി ജോലി ചെയ്തതെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. സാമ്പത്തിക ലാഭമാണോ അതോ മറ്റ് ദുരുദ്ദേശങ്ങളാണോ എന്ന ചോദ്യങ്ങൾ പോലീസിന് മുന്നിൽ ഉണ്ട്. ആശുപത്രികളുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ വന്ന ഗുരുതരമായ വീഴ്ചയാണ് ഈ സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാതൽ. ഒരു പുതിയ ജീവനക്കാരനെയോ വിദ്യാർത്ഥിനിയെയോ നിയമിക്കുമ്പോൾ അവരുടെ യോഗ്യതകൾ, സർട്ടിഫിക്കറ്റുകൾ, മുൻപരിചയം എന്നിവ കൃത്യമായി പരിശോധിക്കേണ്ടത് നിർണായകമാണ്. ഈ പ്രക്രിയയിൽ വന്ന പിഴവാണ് സന ഷെയ്ഖിന് ആശുപത്രിയിൽ പ്രവേശനം നേടാൻ അവസരം നൽകിയത്. ഒരു രോഗിയുടെ ജീവൻ അപകടത്തിലാക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലയിൽ ഇത്തരം അലംഭാവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആശുപത്രികൾ ഈ സംഭവത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശക്തമായ പരിശോധന സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. വ്യാജ നഴ്സുമാർ രോഗികൾക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. തെറ്റായ മരുന്നുകൾ നൽകുക, ഇഞ്ചക്ഷൻ തെറ്റായി കൈകാര്യം ചെയ്യുക, രോഗികളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇത് വഴിയൊരുക്കും. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കേണ്ടവർ തന്നെ അവരുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നവജാത ശിശുക്കളുടെ കാര്യത്തിൽ ഇത്തരം തട്ടിപ്പുകൾ വലിയ ദുരന്തങ്ങൾക്ക് തന്നെ വഴിവെച്ചേക്കാം. പോലീസ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. സന ഷെയ്ഖിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഈ യുവതിയുടെ മുൻകാല പ്രവർത്തനങ്ങളും മറ്റ് ആശുപത്രികളുമായുള്ള ബന്ധവും പോലീസ് പരിശോധിക്കും. രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കുന്നതിനും ശക്തമായ നിയമനിർമ്മാണവും അത് നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ആവശ്യമാണ്. ഈ സംഭവം ആശുപത്രികൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ചികിത്സ തേടുമ്പോൾ ഡോക്ടർമാരെയും നഴ്സുമാരെയും സംബന്ധിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം നിരവധി ആശങ്കകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. തട്ടിപ്പ് നടത്തിയ യുവതിയെ പോലീസ് പിടികൂടിയെങ്കിലും ഇത്തരത്തിലുള്ള കൂടുതൽ ആളുകൾ രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ഭയം സാധാരണ ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് ആരോഗ്യ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ബീംസ് ആശുപത്രി അധികൃതർ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആശുപത്രികൾ സുതാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തങ്ങളുടെ ഭാഗത്ത് വന്ന പിഴവുകൾ സമ്മതിക്കുകയും അത് തിരുത്താൻ നടപടിയെടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പൊതുജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ വിശ്വാസം വീണ്ടെടുക്കാനും കഴിയൂ.